നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു നിർത്തിയ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മേജർ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനറി ഓപ്പറേഷൻ? ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. വാട്ട് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ജനറൽ ഫോമിലോട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് ആൾജിബ്രൈക് കൺസെപ്റ്റിനകത്തോട്ട് നമുക്ക് വരാം. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സേസ് ദാറ്റ് നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 2, 3, 4 എക്സെട്ര എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ്. ആ നാച്ചുറൽ നമ്പേഴ്സിനകത്ത് രണ്ട് നമ്പേഴ്സുകൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ 4ഉം 7ഉം എടുക്കും. 4 and 7 ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഈ നാച്ചുറൽ നമ്പേഴ്സിനകത്ത് ഞാൻ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഞാൻ എടുക്കുകയാണ്. വി നോ ദാറ്റ് അഡിഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അഡിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, ഈ കാണുന്നതിനകത്ത് 4+7 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി എ നാച്ചുറൽ നമ്പർ. അതൊരു നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കും. ആൻഡ് വി നോ ദാറ്റ് 4+7 is equal to 11, isn't it? I am taking in reverse order. നമ്മൾ ഇതിൻ്റെ റിവേഴ്സ് ഓർഡർ നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഈസ് 7+4. വാട്ട് അബൌട്ട് 7+4? 7+4 എന്ന് പറയുന്നതും സെയിം നാച്ചുറൽ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 11 തന്നെയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് 4+7 is equal to 7+4. അതായത് നമ്മൾ ഈ പ്ലസ് അല്ലെങ്കിൽ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ രണ്ട് എലമെൻസുകൾക്ക്, ഒരു സെറ്റിനകത്തുള്ള രണ്ട് എലമെൻസുകൾക്ക് നമ്മൾ എടുത്തു. അപ്പോൾ ഞാൻ എടുത്തത് എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുന്നതും അതിനെ നമ്മൾ തിരിച്ച് ആഡ് ചെയ്യുന്നതും നമുക്ക് സെയിം റിസൾട്ടായിട്ട് വന്നു. ദാറ്റ് ഈസ് 4+7 is equal to 7+4. ഇതിപ്പം പർട്ടിക്കുലർ ആയിട്ടുള്ള രണ്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനകത്തും ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഓപ്പറേഷൻ ഹോൾഡ്സ് ദ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓൺ ദ സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് കഴിയുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ ആഡ് ചെയ്യുന്നത് ഏത് ഓർഡറിലാണെങ്കിലും തിരിച്ച് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് സെയിം നമ്പർ തന്നെ അല്ലെങ്കിൽ സെയിം നാച്ചുറൽ നമ്പർ തന്നെ നമുക്ക് കിട്ടണം. ആ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇതിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിനകത്ത് അഡിഷൻ എന്ന് പറയുന്ന കമ്മ്യൂട്ടേറ്റീവ് ആണ്. വി ഹാവ് സീൻ. നമുക്കിതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ എടുത്തെങ്കിൽ കൂടിയും നമുക്ക് ജനറലായിട്ട് പറയാം, ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സെയിം റിസൾട്ടാണ്. ഇസ്ന്റ് ഇറ്റ്? So we can say that the addition is commutative on the set of all natural numbers. Addition എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ്? അത് കമ്മ്യൂട്ടേറ്റീവ് ആണ് ഓൺ ഏത് സെറ്റിനകത്ത്? ഓൺ ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇനി ഇതിനെ ഞാൻ ജനറലൈസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ ഞാനൊന്ന് ജനറലൈസ് ചെയ്യാൻ പോവുകയാണ്. ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഐ ആം ടേക്കിംഗ് two numbers A and B on the set capital A, and it is defined as star B a binary operation on the set. സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ബൈനറി ഓപ്പറേഷൻ ഓൺ എ ആണെന്ന് പറയുന്നുണ്ട്. ഓൺ എ. സോ വി ക്യാൻ ഡിഫൈൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു ക്യാപിറ്റൽ എ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അല്ലെങ്കിൽ എ ബി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഓപ്പറേഷൻ എയും ബിയും തമ്മിൽ ഞാൻ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ എടുക്കുന്നു. ആ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു വാല്യൂ എന്തായാലും ഉണ്ടാകും. ഓക്കെ, ആ വാല്യൂ എന്ന് പറയുന്ന എയിലുള്ള എലമെൻറ്റ് തന്നെ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷനാണ്. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്ന ആ വാല്യൂവും ബി സ്റ്റാർ എ എന്ന് പറയുന്ന വാല്യൂവും ഈക്വൽ ആവുകയാണ് ഫോർ ഓൾ, എല്ലാ കേസിനകത്തും. ഫോർ ഓൾ എ കോമ ബി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് star B, the binary operation is commutative on the set capital A.
അപ്പോൾ ഒരു ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയണമെന്നെങ്കിൽ കണ്ടീഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു സെറ്റിനകത്തായിരിക്കും എന്തായാലും ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ സെറ്റിനകത്തുള്ള ഏത് 2 എലമെൻ്റ് എടുത്ത് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് സെയിം ആൻസർ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം വാല്യൂ ആയിരിക്കും. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ മാത്തമെറ്റിക്കലി പറയുമ്പോൾ നമുക്ക് പറയാം സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് ക്യാപിറ്റൽ എ ഈ സെറ്റ് ടു ബി എ set to satisfy the commutative property if for all a comma b element of capital A star b is equal to b star a. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചിരുന്നാൽ മതി. A star b is equal to b star a for all a comma b element of capital A. This property is known as a commutative property on the binary operation. Okay. Now let's discuss the second property on binary operation. It is known as a associative property. What do you mean by associative? അസോസിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മീനിങ്, നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ള അസോസിയേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഗ്രൂപ്പ് ചെയ്യുക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാമെന്നാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. പക്ഷേ നമ്മൾ മാത്തമെറ്റിക്കലി നമ്മൾ പറയുമ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്നത് 3 എലമെൻസുകൾ നമ്മൾ എടുക്കും. ഞാൻ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ജനറലൈസ് ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ സെറ്റുകൾ തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നു. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സെറ്റ്, ഓക്കെ, അതിൻ്റെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന അഡിഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഞാൻ ഈ നാച്ചുറൽ നമ്പേഴ്സിനകത്ത് ഒരു 3 എലമെൻറ്റ് ഞാൻ എടുക്കുന്നു. ആൾട്ടർനേറ്റ് ആയിട്ടുള്ള 3 എലമെൻറ്റ് 4, 3, 7, 10 ഇങ്ങനെ ഞാൻ 3 എലമെൻറ്റ്സുകൾ എടുക്കുന്നു. ദേ ആർ ആൾ എലമെൻറ്റ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നൗ ഐ ആം ടേക്കിംഗ് 3 + 7 + 10. ബിഫോർ ദാറ്റ് ഞാൻ പറയുന്നത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 3 + 7 + 10 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്ന ഇതാണ്, യു ക്യാൻ ഗ്രൂപ്പ് ഇൻ എനി വേ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാം. ഇവിടുത്തെ ഓപ്പറേഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്യാം. അസോസിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3ഉം 7ഉം എടുത്ത് അസോസിയേറ്റ് ചെയ്യാം. സോ നമുക്ക് 3ഉം 7ഉം കൂടി ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 + 7 കിട്ടിക്കഴിഞ്ഞു. ഇവിടെ +10 isn't it? അവിടുന്ന് 3 + 7 നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 3 + 7 വാട്ട് ഈസ് 3 + 7? 10 ആണ്. 10 + 10 is equal to 20. ഓക്കെ, നൗ ഐ ആം ടേക്കിംഗ്, ഞാൻ എന്താ ഇവിടെ 3 ഉണ്ട്, പ്ലസ് നമുക്ക് ആക്ച്വലി ഉള്ളത് 3 + 7 + 10 ആണ്. ഞാൻ ആദ്യം ഗ്രൂപ്പ് ചെയ്ത് 3ഉം 7ഉം കൂടി ഗ്രൂപ്പ് ചെയ്തു, എന്നിട്ട് ഞാൻ ആൻസർ കണ്ടുപിടിച്ചു. എനിക്ക് എന്ത് കിട്ടി? 20 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 3 + 7 + 10നകത്ത് ഞാൻ 7ഉം 10ഉം കൂടി അങ്ങ് ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, വാട്ട് വിൽ ബി ദ ആൻസർ? 3 + വാട്ട് ഈസ് 7 + 10? It is 17. 3 + 17 is equal to 20. See, both answers are 20 and 20. അപ്പോൾ അതിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 3 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗ്രൂപ്പ് ഇൻ എനി വേ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം. വേണമെങ്കിൽ ആദ്യത്തെ 2 പേരെ തമ്മിൽ ഗ്രൂപ്പ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ എലമെൻറ്റിനെ ആഡ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അവസാനത്തെ 2 പേരെ തമ്മിൽ നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യുക അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം ആദ്യത്തെ എലമെൻറ്റോട് കൂടി ഓപ്പറേറ്റ് ചെയ്താൽ മതി. ഇൻ ബോത്ത് ദീസ് കേസസ് ഈ കാണുന്ന ആൻസർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇതാണ് ആക്ച്വലി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഞാനിതിപ്പോൾ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇത് ആ സെറ്റിനകത്തുള്ള എല്ലാ എലമെൻസിനും ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏത് 3 എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ബൈനറി ഓപ്പറേഷൻ ഹോൾഡ്സ് ദി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഞാൻ എന്താ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഇവിടെ 3 എലമെൻസുകളുണ്ട്. 3 എലമെൻസുകൾ ഞാൻ ജനറലായിട്ട് എടുക്കുന്നു. A, B, C എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. ആ എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ഒരു ബൈനറി ഓപ്പറേഷനാണ് സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ. ഓക്കെ, സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ, then star is said to be associative. സ്റ്റാർ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, എ സ്റ്റാർ ബി, അതിനോട് കൂടി നമ്മൾ സ്റ്റാർ സി എടുക്കുന്നതും അല്ല, എയോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബി സ്റ്റാർ സി നമ്മൾ എടുക്കുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ,
എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതും എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് ഫോർ ഓൾ എ കോമ ബി കോമ സി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. നിങ്ങൾ ആ സെറ്റിനകത്തുള്ള ഏത് 3 എലമെൻറ്റും എടുത്തു കഴിഞ്ഞാൽ, ആർബിട്രറി ആയിട്ടുള്ള ഏത് 3 എലമെൻറ്റ്സ് എടുത്തോ, ആ 3 എലമെൻറ്റ്സ് എടുക്കുമ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ നിങ്ങൾ അപ്പുറം ലെഫ്റ്റ് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതും റൈറ്റ് സൈഡ് ഓപ്പറേറ്റ് ചെയ്യുന്നതും വി ഗെറ്റ് ദ സെയിം നമ്പർ. സോ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതും എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത്, ജനറലായിട്ട് പഠിക്കാൻ നേരത്ത് ഈ ഒരു സാധനം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ഇത്ര മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയുന്ന അസോസിയേറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ഫോർ ആൾ എ കോമ ബി കോമ സി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ. Now third property discuss about the existence of identity element. നമ്മൾ ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു ബൈനറി ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ, അതിൻ്റെ കണ്ടീഷൻ എന്താണ്, അതാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആൾറെഡി നിങ്ങളിതെല്ലാം കൊച്ചു ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ രീതിയിൽ കേട്ടിട്ടില്ല, പകരം മറ്റൊരു രീതിയിൽ നിങ്ങൾ ആൾറെഡി പഠിച്ച സംഗതികളാണ്. അപ്പോൾ ഞാൻ ആദ്യം അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാം. നമ്മൾ നേരത്തെ 2 പ്രോപ്പർട്ടികളും ചെയ്ത കണക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം നാച്ചുറൽ നമ്പേഴ്സ് ഞാൻ പറയുന്നില്ല, നാച്ചുറൽ നമ്പേഴ്സ് മാറ്റി നിർത്താം. നമുക്ക് ഇൻറ്റിജേഴ്സ് എടുക്കും. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 2 3 4 എക്സെട്ര എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സും അവരുടെ നെഗറ്റീവ്സ് -1 -2 -3 എക്സെട്ര എന്ന് പറയുന്ന ആ നെഗറ്റീവ് വാല്യൂസും പിന്നെ 0യും കൂടി ചേർന്നിട്ടുള്ളതാണ് എന്നു പറയുന്നത് നമ്മുടെ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന സെറ്റിനകത്ത് ഞാൻ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ, വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. അതൊരു ബൈനറി ഓപ്പറേഷനാണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പം ഈ അഡിഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 3 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഞാൻ എടുക്കുന്നു. ഈ ഇൻറ്റിജറിനോട് കൂടി ഞാൻ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് അതേ ഇൻറ്റിജർ 3 തന്നെ കിട്ടും. പിന്നെ അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് 0 ആണ് അല്ലേ. ഇനി നിങ്ങൾ നോക്കിയാണ് ഈ 0 ആരുടെ കൂടെ ചേർന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന വാല്യൂ ആ ഏതിൻ്റെ കൂടെയാണോ ചേരുന്നത് അയാളുടെ വാല്യൂവിൽ കിട്ടുന്നത്. ശരിയാണ്. 3 + 0 എന്ന് പറയുന്നത് 3 ആണ്. ഇനി 0 + 8 എന്ന് പറയുന്നത് അത് 8 ആണ്. ഇനി 0 + -5 എന്ന് പറയുന്നത് -5 ആണ്. അതായത് ഏത് ഇൻറ്റിജറിൻ്റെ കൂടെയും നമ്മൾ 0 എന്ന് പറയുന്ന ഇൻറ്റിജർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അവിടെയാണെങ്കിൽ എന്തിന് മാറ്റം വരുന്നില്ല, നമ്മൾ ആഡ് ചെയ്യുന്ന ആരുടെ കൂടെയാണോ ആഡ് ചെയ്യുന്നത് അയാളുടെ വാല്യൂവിന് മാറ്റം വരുന്നില്ല. അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഏതെങ്കിലും ഒരു സെറ്റിനകത്തുണ്ടെങ്കിൽ ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇതിപ്പോൾ ഞാൻ അഡിഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷനാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നമുക്ക് ഏത് ഓപ്പറേഷനാണോ നമ്മൾ ജനറലായിട്ട് പറയുന്നത്, സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു എലമെൻറ്റ് 3 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, സ്റ്റാർ, നമുക്ക് മറ്റൊരു എലമെൻറ്റ് 0 അല്ല, നമുക്ക് വേറെ ഏത് എലമെൻ്റ് ഉണ്ടെങ്കിലും ആവാം. ആ എലമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്ന് പറയുന്ന അതേ വാല്യൂ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് നമ്മൾ ഏത് നമ്പറാണോ അവിടെ ഓപ്പറേറ്റ് ചെയ്തത് ആ ഓപ്പറേറ്റ് ചെയ്ത എലമെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഒരു സെറ്റിന് എപ്പോഴും ഒറ്റ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ കറസ്പോണ്ടിങ് 1 ഓപ്പറേഷൻ ഉണ്ടാവത്തുള്ളൂ. ഒരു ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അത് എല്ലാ എലമെൻറ്റ്സുകൾക്കും സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. 1 or 2 എലമെൻറ്റ്സിന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പറയാനൊക്കത്തില്ല. എല്ലാ എലമെൻറ്റ്സിൻ്റെ കൂടെ ചേരുമ്പോഴും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന എലമെൻറ്റിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം, ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻറ്റിജേഴ്സിൻ്റെ കേസിനകത്ത് എന്താണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അഡിഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കും. ഇനി നമ്മൾ റിയൽ നമ്പേഴ്സ് എടുക്കുന്നു. റിയൽ നമ്പേഴ്സിനകത്തും 0 എന്ന് പറയുന്ന അഡിറ്റീവ് ഐഡൻറ്റിറ്റി തന്നെയാണ്. ഇനി അവിടെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമ്പറിനോട് കൂടി നമ്മൾ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും അതേ നമ്പർ നമുക്ക് കിട്ടും, സെയിം നമ്പർ തന്നെ കിട്ടും. അത് ഏത് റിയൽ നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ റിയൽ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്.
അതൊന്നും ഇങ്ങനെയുള്ള ഒരു വാല്യൂ നമുക്കുണ്ട്. അതെന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അതായത് 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. 1/2 × 1 എന്ന് പറയുന്നത് 1/2 ആണ്. √3 × 1 എന്ന് പറയുന്നത് √3 ആണ് അല്ലേ. 1 × -5 എന്ന് പറയുന്നത് -5 ആണ്. അതായത് 1 കൊണ്ട് നമ്മൾ ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് അതേ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം 1 ഈസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ 1 ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓൺ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അണ്ടർ ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ശ്രദ്ധിക്കുക. 1 ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ്. എവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്? ഇൻ ദ സെറ്റ്. ഓക്കെ, ഇൻ ദ സെറ്റ് നമുക്ക് ഓൺ ദ സെറ്റോ പറയാം. ഇൻ ദ സെറ്റ് ഏതാണ്? റിയൽ നമ്പേഴ്സ് അണ്ടർ ദ ഓപ്പറേഷൻ. ഏത് ഓപ്പറേഷനകത്ത്? ഏത് ബൈനറി ഓപ്പറേഷനകത്ത്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ഹാവ് എ പർട്ടിക്കുലർ സെറ്റ് ആൻഡ് വി മസ്റ്റ് ഹാവ് എ ബൈനറി ഓപ്പറേഷൻ. നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒരു പർട്ടിക്കുലർ സെറ്റ് ഉണ്ടായിരിക്കണം, അതിനകത്തൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാനും കഴിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ജനറലായിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഫ്രം എ ക്രോസ് സെറ്റ് ക്യാപിറ്റൽ എ. അല്ലെങ്കിൽ നമ്മൾ പറയും സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് ക്യാപിറ്റൽ. ഫോർ എവറി എലമെൻറ്റ്, ഏത് എലമെൻറ്റ് ഞാൻ എടുക്കുന്നു? ഫോർ എവറി എലമെൻറ്റ് സ്മാൾ എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ, ഇഫ് there exists an element, an unique element, ഒറ്റ എലമെൻറ്റ് എങ്ങനെ വരാൻ പാടുള്ളൂ കേട്ടോ. exist a unique element, സ്മാൾ ഇ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. സ്മാൾ ഇ എന്ന് പറയുന്ന ഒരു ഒറ്റ എലമെൻറ്റ് നമുക്ക് കിട്ടണം. സച്ച് ദാറ്റ് A star E is equal to E star A is equal to A for all A element of capital A. For all A element of capital A. Then E is called the identity element on the set capital A for the operation ഏതാണ്? സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. അതായത് ശ്രദ്ധിക്കണം, ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ പറയുന്നുണ്ട്. എല്ലാ എലമെൻസുകൾക്കും എന്ത് വേണം? ഇതേ കണക്ക് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അവിടുത്തെ ഈ എന്ന് പറയുന്ന എലമെൻറ്റ് യുണീക്ക് ആയിരിക്കണം, ഒറ്റ ഒരെണ്ണം മാത്രമേ പാടുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു എലമെൻറ്റിന് ഒരാൾ, മറ്റൊരു എലമെൻറ്റിന് വേറൊരാൾ, ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഐഡൻറ്റിറ്റി എലമെൻറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഇതാണ് അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. വി നോ ദാറ്റ് മൾട്ടിപ്ലിക്കേഷനകത്ത് എന്താണ് 1 ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അഡീഷനകത്ത് 0 ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ ദി കേസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഈ രണ്ട് എക്സാമ്പിൾസ് ഓർത്ത് വെച്ചേക്കുക. ഇനി സബ്ട്രാക്ഷനൊന്നും എന്താണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഡിവിഷനും നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് പ്രോപ്പർട്ടിയാണ്. ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ഓഫ് ആൻ എലമെൻറ്റ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. ഇൻവേഴ്സ് ഓഫ് ആൻ എലമെൻറ്റ്, ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിനകത്ത് ഓരോ എലമെൻറ്റിനും ഇൻവേഴ്സ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞെല്ലാം ജനറലായിട്ടാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നൊരു പർട്ടിക്കുലർ എലമെൻറ്റിനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആദ്യം എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ഈ ബാക്കി അതിൻ്റെ ജനറൽ ഫോമിലോട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് പറഞ്ഞ രണ്ട് കേസുകളുണ്ടായിരുന്നു. ഒന്ന് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന സെറ്റിനകത്ത്, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റിനകത്ത് അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ 0 ആണ് നമ്മൾ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ ആണല്ലോ. ഞാനിപ്പോൾ 3 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ എടുക്കുന്നത്. 3 ഈസ് എ റിയൽ നമ്പർ. ഓക്കെ, ഇതിൻ്റെ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനകത്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ് നമുക്കറിയാം. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണ്, ഈ ഒരു ബൈനറി ഓപ്പറേഷന് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന എലമെൻറ്റിനോട് കൂടി ഞാൻ ആരെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 0 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടും. അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്ന എലമെൻറ്റിനോട് കൂടി ആരെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 0 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടും. വളരെ ക്ലിയറാണ്. നമുക്ക് 3യുടെ കൂടെ -3 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടുന്നത്. ഇസ്ൻ്റ് ഇറ്റ്?
തിരിച്ച് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. -3 + 3 ദാറ്റ് ഈസ് ആൾസോ ദ സെയിം ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0. അപ്പോൾ ഒരു എലമെൻറ്റിനോട് കൂടി ഞാൻ ഏത് എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടും. അതാണ് ഇവിടെ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനകത്ത് ഒരു എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഞാൻ 3യോട് കൂടി -3 ആഡ് ചെയ്ത സമയത്ത് എനിക്ക് 0 കിട്ടി. അതുകൊണ്ട് ഞാൻ പറയുന്നു 3 എന്ന് പറയുന്ന എലമെൻറ്റിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -3 ആയിരിക്കും. ഇവിടെ -3യോട് കൂടി 3 ആഡ് ചെയ്തപ്പോൾ എനിക്ക് 0 കിട്ടി. അപ്പോൾ ഞാൻ പറയുന്നു -3 എന്ന് പറയുന്ന എലമെൻറ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആ -3 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. ഇത് ഏത് ഓപ്പറേഷനകത്ത്? അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷൻ. അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ എന്താണ്? ഈ 3യുടെ ഇൻവേഴ്സ് -3 ആണ്, -3യുടെ ഇൻവേഴ്സ് +3 ആണ്. മൾട്ടിപ്ലിക്കേഷൻ കേസ് നമുക്ക് എടുക്കാം. മൾട്ടിപ്ലിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് വാട്ട് ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി? റിയൽ നമ്പേഴ്സിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ 1/2 അല്ല ഇപ്പോൾ 7 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ എടുക്കുന്നു. 7 എന്ന് പറയുന്ന റിയൽ നമ്പർ ഞാൻ എടുക്കുന്നു. ആ 7 എന്ന് പറയുന്ന റിയൽ നമ്പറിനോട് കൂടി ഞാൻ ആരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള 1 കിട്ടും? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. 7നോട് കൂടി ഞാൻ ആരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 7ൻ്റെ ഇൻവേഴ്സാണ്, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സാണ് 1/7. അല്ലെങ്കിൽ 7ൻ്റെ ഇൻവേഴ്സാണ് 1/7 അണ്ടർ ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനകത്ത് 7ൻ്റെ ഇൻവേഴ്സാണ് 1/7 എന്ന് പറയുന്നത്. പക്ഷേ ഈ റിയൽ നമ്പേഴ്സിൽ എല്ലാ പേർക്കും ഇത് കണക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ? നമുക്ക് ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പറയാൻ നോക്കും, എക്സെപ്റ്റ് 1, ഒരാൾ മാത്രം. അതെന്ന് പറയുന്നത് നമ്മുടെ 0 എന്ന് പറയുന്ന എലമെൻ്റാണ്. ബിക്കോസ് 0 എന്ന് പറയുന്ന എലമെൻറ്റിനോട് കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആൾ 1/0 ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് 1 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ 1/0 എന്ന് പറയുന്ന എലമെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. 1/0 ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാൻ നോക്കും 0 എന്ന് പറയുന്ന എലമെൻറ്റിനൊഴിച്ച് ബാക്കി ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ റിയൽ നമ്പറിനെല്ലാം എന്തുണ്ടായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് ആൻ എലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ജനറലൈസ് ചെയ്യണം അല്ലേ? ഈ കാണുന്ന ഇപ്പം ഞാൻ 2 എക്സാമ്പിൾസാണ് പറഞ്ഞു. ഒന്ന് അഡീഷൻ്റെ കേസും പറഞ്ഞു, പിന്നെ ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസും പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് റിയൽ നമ്പേഴ്സിനകത്ത് പറയാൻ നേരത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു. അവിടെ ആർക്കില്ല? 0 എന്ന് പറയുന്ന പോയിന്റിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ഓഫ് ആൻ എലമെൻറ്റ്. ഓരോ എലമെൻറ്റിനുമാണ് നമ്മൾ ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ചില എലമെൻറ്റ്സുകൾക്ക് പറഞ്ഞിരിക്കുന്ന കറസ്പോണ്ടിങ് ഓപ്പറേഷൻ അനുസരിച്ച് ഇൻവേഴ്സ് ഉണ്ടാവത്തില്ല. ഇനി ഒരു ഓപ്പറേഷൻ, ഒരു ബൈനറി ഓപ്പറേഷനകത്ത് ഇൻവേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയണമെങ്കിൽ വി മസ്റ്റ് ഹാവ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അത് ഓർത്ത് വെച്ചേക്കണം. ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉള്ള ബൈനറി ഓപ്പറേഷൻസുകൾക്ക് മാത്രമേ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാനൊക്കത്തുള്ളൂ? ഇൻവേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാനൊക്കത്തുള്ളൂ. സോ അത് നമ്മൾ ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് ക്യാപിറ്റൽ എ. ഓക്കെ, സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷനാണ് ഓൺ ദ സെറ്റ് ക്യാപിറ്റൽ എ. എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ബൈനറി ഓപ്പറേഷനാണ്. ആൻഡ് ലെറ്റ് ഇ ബി ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ, ഇ ബി ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓൺ ക്യാപിറ്റൽ എ അണ്ടർ സ്റ്റാർ. ഓക്കെ, സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതാ എ സ്റ്റാർ ഇ നമ്മൾ കണ്ടുപിടിക്കും. നമ്മളറിയാം നമുക്ക് എ ആണെന്ന് നമുക്കറിയാം. പകരം ഞാൻ എ സ്റ്റാർ മറ്റൊരു എലമെൻറ്റ് ഞാൻ എടുക്കുന്നു, ബി എടുക്കുന്നു. ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇക്ക് ഈക്വലാവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചും നമുക്ക് പറയാം എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ബി സ്റ്റാർ എക്ക് ഈക്വലാണ്. അങ്ങനെ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ബി സ്റ്റാർ എക്ക് ഈക്വലാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈക്വൽ നമുക്കിങ്ങനെ എഴുതുന്നു ബി സ്റ്റാർ എ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ. ബി എന്ന് പറയുന്ന എലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു. അപ്പോൾ
നമ്മൾ ഇൻവേഴ്സ് എലമെൻറ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് ആൻ എലമെൻറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബൈനറി ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം. ആ ബൈനറി ഓപ്പറേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടായിരിക്കണം. ഇനി ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇഫ് ദെയർ എക്സിസ്റ്റ് അനദർ എലമെൻറ്റ് ഇൻ ദ ഗിവൺ സെറ്റ് ഇറ്റ് സെൽഫ്, നമുക്ക് പറഞ്ഞിരിക്കുന്ന സെറ്റിനകത്തുള്ള തന്നെ മറ്റൊരു എലമെൻ്റ് ആയിരിക്കണം. ഓക്കെ, ഗിവൺ സെറ്റ് ഇറ്റ് സെൽഫ് ബി സച്ച് ദാറ്റ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെന്നുണ്ടെങ്കിൽ ബി ഈസ് നോൺ ആസ് ദ ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി. ഇതേ കേസ് നമുക്ക് വേണമെങ്കിൽ തിരിച്ചും പറയാം. ബി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഇ ആവുന്നത് കൊണ്ട് നമുക്ക് പറയാം ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ. അപ്പോൾ ഈ ഒരു സെയിം കണ്ടീഷനിൽ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ആയിരിക്കും, അതേ കണക്ക് ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ഓഫ് ആൻ എലമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം പ്രോബ്ലംസ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർ ഈച്ച് ഓപ്പറേഷൻസ് ഗിവൺ ബിലോ ഡിറ്റർമിൻ വെദർ സ്റ്റാർ ഈസ് ബൈനറി കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ്. നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് നമുക്കിവിടെ പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻസിൽ നമ്മൾ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ബൈനറി ഓപ്പറേഷൻ ആണോ ചെക്ക് ചെയ്യണം, സെക്കൻഡ്ലി അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ ചെക്ക് ചെയ്യണം, തേർഡ് അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. ബൈനറി ഓപ്പറേഷൻ ആണോ ചെക്ക് ചെയ്യുന്നുള്ള മാർഗ്ഗം ഇത്രയേ ഉള്ളൂ. ഏത് 2 എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന എലമെൻ്റ് എന്ന് പറയുന്ന അതേ സെറ്റിനകത്തുണ്ടെങ്കിൽ നമുക്ക് പറയാൻ ഒക്കും ഇറ്റ് ഈസ് ബൈനറി. ഫസ്റ്റ് കണ്ടീഷൻ. കമ്മ്യൂട്ടേറ്റീവിൻ്റെ കണ്ടീഷൻ നമ്മൾ മനസ്സിലെപ്പോഴും വേണം. എ സ്റ്റാർ ബി എന്ന് പറയുന്ന ബി സ്റ്റാർ എക്ക് ഈക്വലാണ്. ഫോർ ഓൾ എ കോമ ബി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ബൈനറി. അസോസിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം അല്ലേ. എ സ്റ്റാർ ബിയുടെ കൂടെ സ്റ്റാർ സി എടുക്കുന്നതും എ സ്റ്റാർ ബി സ്റ്റാർ സി എടുക്കുന്നതും ഈക്വൽ ആണോ നമ്മൾ നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അസോസിയേറ്റ്. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ഇസഡ് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓൺ ഇസഡ് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. അപ്പോൾ ഇസഡാണ് നമുക്ക് ഇൻറ്റിജേഴ്സാണ് നമ്മളിവിടുത്തെ സെറ്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നതാണ് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുക, അതാണ് നമ്മൾ ഓപ്പറേഷൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് ബൈനറി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഏത് 2 ഇൻറ്റിജേഴ്സുകളുടെ ഡിഫറൻസും എന്ത് തന്നെയാണ്, ഇൻറ്റിജർ തന്നെയാണ്. അതായത് 2 - 3 - 1 ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ, -3 - 3 -6 ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ, 4 - 2 2 ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. സോ ഏത് ഇൻറ്റിജേഴ്സുകൾ തമ്മിൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാലും വി വിൽ ഗെറ്റ് അനദർ ഇൻറ്റിജർ, നമുക്കറിയാം. അപ്പോൾ നമുക്ക് എഴുതാം ഡിഫറൻസ് ഓഫ്, നമ്മൾ എഴുതണം എങ്ങനെ എഴുതേണ്ടത്, ഡിഫറൻസ് ഓഫ് എനി 2 ഇൻറ്റിജേഴ്സ്. അത് നമ്മൾ അവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എഴുതണം. ഡിഫറൻസ് ഓഫ് എനി 2 ഇൻറ്റിജേഴ്സ് ഈസ് ആൻ ഇൻറ്റിജർ. Therefore നമുക്ക് പറയാം സ്റ്റാർ ഈസ് ബൈനറി. സ്റ്റാർ ബൈനറി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂട്ടേറ്റീവ് ആണോ ഇത്? കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്, നിങ്ങൾ 2 എണ്ണത്തിൻ്റെ ഡിഫറൻസ് എടുക്കുക, തിരിച്ചെടുക്കുമ്പോഴും അതേ ഡിഫറൻസ് കിട്ടണം. അതല്ല നമുക്ക് വളരെ ക്ലിയർ ആണ്. നമുക്ക് 3 - 1 എന്ന് പറയുന്നത് 2 ആണ്. തിരിച്ച് 1 - 3 എടുക്കുമ്പോൾ അത് -2 ആവും. 2 - 2 എന്തല്ല, ഈക്വൽ അല്ല. ശരിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ മാത്തമാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്, ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ ഒരു കോൺട്രഡിക്ഷൻ എക്സാമ്പിൾ നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. ആ കോൺട്രഡിക്ഷൻ എക്സാമ്പിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം പ്രൂവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ്, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്, മെത്തേഡ് ഓഫ് കൗണ്ടർ എക്സാമ്പിൾ. അപ്പോൾ ആ മെത്തേഡ് ഓഫ് കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി അടുത്ത ഈ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറയുന്ന കാര്യം നമ്മൾ തെളിയിക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് യൂസ് എ കൗണ്ടർ എക്സാമ്പിൾ. നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുക്കുന്നു, ഞാൻ ഇപ്പം പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 3,1 എലമെൻറ്റ് ഓഫ് ഇസഡ് ആണ്. ഈ കാണുന്ന സെറ്റിനകത്തുള്ള 2 എലമെൻറ്റ് ഞാൻ എടുത്തു. 3 - 1 എടുക്കുക, 3 - 1 = 2 ആണ്. ഇനി തിരിച്ച് 1 - 3 എടുക്കുക, അത് -2 ആണ്. ആൻഡ് ബി ഗെറ്റ് നമുക്ക് എന്ത് കിട്ടിയടേ,
3 - 1 എന്ന് പറയുന്നത് 3 - 1 ഈസ് നോട്ട് ഈക്വൽ ടു 1 - 3. അപ്പോൾ ഈ ഒരൊറ്റ എക്സാമ്പിളിൽ തന്നെ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് തെറ്റാണെന്ന് കിട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെന്ന് നമുക്ക് കിട്ടി. ദെയർഫോർ നമുക്ക് പറയാം, ദെയർഫോർ സ്റ്റാർ നമ്മൾ എ സ്റ്റാർ ബി ആയത് നമ്മളിവിടെ 3 - 1 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം കൂടി എഴുതിക്കോണം, 3 സ്റ്റാർ 1 എന്ന് കൂടി എഴുതിക്കോണേ, എങ്കിൽ മാത്രമേ നമുക്കത് ക്ലിയർ ആവത്തുള്ളൂ. ഇവിടെ 1 സ്റ്റാർ 3 എന്നും പറഞ്ഞിട്ട് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് 3 - 1 നോട്ട് ഈക്വൽ ടു 1 - 3 ആണ്. ദാറ്റ് ഈസ് നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് 3 സ്റ്റാർ 1 എന്ന് പറയുന്നത് ഈസ് നോട്ട് ഈക്വൽ ടു 1 സ്റ്റാർ 3. Therefore സ്റ്റാർ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ എന്ന് പറയുന്നത് എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. Now let's check whether സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. സ്റ്റാർ എന്ന് പറയുന്ന അസോസിയേറ്റീവ് ആണ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർ അസോസിയേറ്റീവ് ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത്, നമുക്ക് 3 എലമെൻറ്റ്സ് നമുക്കൊന്ന് ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ആ എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് തന്നെ നമുക്ക് പറയാൻ നോക്കും ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഇനി അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 3 എലമെൻറ്റ്സ് എടുക്കുന്നു, 4, 5, 7 എന്ന് പറയുന്ന 3 എലമെൻറ്റ്സ് എടുക്കുന്നു. എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ N അല്ല നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്, Z എന്ന് പറയുന്ന സെറ്റാണ്. സോ 4, 5, 7 എലമെൻറ്റ് ഓഫ് Z എടുക്കുന്നു. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് 4 സ്റ്റാർ 5 സ്റ്റാർ 7 കണ്ടുപിടിക്കുക. വാട്ട് അബൌട്ട് 4 സ്റ്റാർ 5 സ്റ്റാർ 7? 4 സ്റ്റാർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്ക് ഈക്വലാണ്, 4 - 5 ഈക്വലാണ് അല്ലേ, സ്റ്റാർ 7 ഈക്വൽ ടു വാട്ട് അബൌട്ട് 4 - 5? ഇറ്റ് ഈസ് -1. സോ -1 സ്റ്റാർ 7. -1 സ്റ്റാർ 7 ഈസ് -1 - 7 ഈസ് ഈക്വൽ ടു -8. Isn't it? Now let's find out 4 star 5 star 7. That is equal to 4 star. What about 5 star 7? 5 star 7 is, we know that it is 5 - 7. So 5 - 7 is equal to 4 star 5 - 7 is -2. That is equal to 4 - 2 is equal to 4 + 2 6. സോ ഈ കാണുന്ന വാല്യൂ എന്ന് പറയുന്ന -8ഉം ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് +6ഉമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ വി ക്യാൻ സീ ദാറ്റ് ദീസ് 2 റിസൾട്ട്സ് ആർ ഡിഫറൻറ്റ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് 4 star 5 star 7 ഈസ് നോട്ട് ഈക്വൽ ടു 4 star 5 star 7. Therefore സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ്. സ്റ്റാർ എന്തല്ല, അസോസിയേറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ന് പറയുന്ന ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്.